പെർഫോമൻസിന് ശേഷം വീണ്ടും നമ്മൾ ഫൺസ് upon a time വേർഷൻ 2.0 തിരിച്ചെത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് എവരിവൺ. ഡയാന മാഡം, അതെ, ഓർഡർ ചെയ്തില്ലേ ബിരിയാണി? ഇല്ല, അപ്പുറത്ത് കൊടുത്താൽ മതിയായിരുന്നല്ലോ. അല്ല, എവിടെ ബിരിയാണി? നമസ്കാരം. നമ്മളെ ഇവിടെ ഇത്രയും പ്രൊഡക്ഷൻ ഫുഡ് നമ്മളെല്ലാരും ഒന്നിച്ച് കഴിക്കുമ്പോ ഡയാന ഡയറ്റിംഗ് എന്ന് പറഞ്ഞ് റൂമിൽ പോയിരുന്നത് തന്നെ ബിരിയാണി തന്നെ അറിഞ്ഞില്ല കേട്ടോ ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യം. അങ്ങനെയല്ല, നമുക്ക് അത് മോശമല്ലേ ഡയാനെ? നമ്മളെല്ലാരും ഒന്നിച്ചിരുന്നല്ലേ ബ്രേക്കിന് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ രാജാവണി? വളരെ വളരെ മോശമായി പോയത്. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഒരു ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരേ നാട്ടുകാരാണ്, എന്നിട്ട് ഒറ്റയ്ക്ക് ബിരിയാണി ഓർഡർ ചെയ്ത് തിന്നുക. അയ്യോ, ഒരെണ്ണല്ല 3 ഉണ്ട്. 3 ബിരിയാണി ഉണ്ട്. ഡയാന ഇല്ലെങ്കിൽ ഞാൻ ദയനെ തെറ്റിദ്ധരിച്ചാണ് കേട്ടോ. സൂപ്പർ. 3 ബിരിയാണി നമുക്ക് 3 കൂടെ ഓർഡർ ചെയ്തത്. അയ്യോ, പുള്ളിക്കാർക്ക് ഓർഡർ ചെയ്തല്ല, പുള്ളിക്കാർക്ക് ഒരു ബിരിയാണി ഓർഡർ ചെയ്തോളൂ. പക്ഷെ ഇന്ന് കടയുടെ വാർഷികം ആയതുകൊണ്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്താൽ 2 ബിരിയാണി ഫ്രീയാ. അങ്ങനെ ഓർത്താണ്, അല്ലാണ്ട് ഓർഡർ ചെയ്തതല്ല. ശരി, എന്നാല് നമ്മുടെ ഷൂട്ട് ശരി. ചേട്ടനെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. അതെ, ഞാൻ ഈ ഡയാന മേഡത്തിന്റെ അഡ്രസ്സ് തപ്പിയിട്ട് ഈ പരിസരം മുഴുവനും നടന്നു. ഇവിടെയാണ് ഷൂട്ടിംഗ് എന്നുള്ള സംഭവം സത്യം പറഞ്ഞ ഞാൻ ആദ്യമായിട്ടെ ഷൂട്ടിംഗ് കാണണ. TV കാണുമ്പോ ഭയങ്കര, പക്ഷെ ആദ്യമായിട്ടാ കാണണേ. ചേച്ചിനെ കാണാൻ പറ്റിയത് നമ്മുടെ കടയിൽ എപ്പോഴും വെക്കിയ പരിപാടി. സാറിനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഭയങ്കര ഹോട്ടലിലെ കുക്ക് പൈസ കിട്ടിയതല്ലേ? പൈസ മേഡം തന്നു. സാറിനെ ഞാൻ കണ്ടെന്ന് പറഞ്ഞ ഞങ്ങളുടെ ഹോട്ടലിലെ കുക്ക് ഉണ്ടല്ലോ, എന്റെ കൈ പിടിച്ച് ഉമ്മയ്ക്കും. അത്രക്ക് ഇഷ്ടമാണ് സാറേ. പടമൊക്കെ ചാലക്കുടിക്കാരൻ ചങ്ങായി തങ്കണ്ട. അതെ, ഈ ഇതൊക്കെ നമ്മൾ ഒറിജിനലായിട്ട് മേടിക്കുന്ന സാധനമാണ്. ഈ അല്ല, നമ്മള് റെന്റിന് എടുത്തിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടി റെന്റിന് എടുക്കുന്നതായിട്ട് വരും. നമ്മൾ ഇതിനു വേണ്ടി മാത്രം എടുക്കണല്ലേ? നമ്മുടെ കടയുടെ ഫ്രണ്ടിലൊക്കെ ലൈറ്റ് ഒക്കെ ഇതിന് വെക്കണം. ശരി, ഓക്കെ. പക്ഷെ സാറേ, എന്തോ ചോദിക്കണോണ്ട് ഒന്നും വിചാരിക്കരുത്. എന്താ, നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ വലിയ ആൾക്കാർ പറഞ്ഞല്ലോ. ശരി, എന്നാ ഈ സാറിനൊക്കെ ഇതിന് എത്ര കാശൊക്കെ കിട്ടും? അങ്ങനെയല്ല, ഒരു ദിവസത്തിന്റെ പിന്നെ സംസാരിക്കാം. അറിയാലോ, നിങ്ങളിപ്പോ വേറെ ജോലി ചെയ്യുന്നു, ഞാൻ വേറെ സാറിന്റെ പുതിയ പടമൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചപ്പോ ശരിക്കും നല്ല പൈസ കിട്ടുമല്ലോ. നമ്മള് ഡെലിവറിയുടെ അതിനനുസരിച്ച് അടിസ്ഥാനത്തിൽ നമുക്ക് പൈസ ഉണ്ട്. അത് ചോദിച്ചില്ലായിരുന്നു. ശരി, എന്നാ അത് ഈ കൊച്ചിനൊക്കെ പൈസ വല്ലതും കൊടുക്കണ്ട, വല്ലതും കൊടുക്കുമോ? അല്ല, കൊടുക്കാറുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇതുപോലെ നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടായില്ല. ഇതൊക്കെ നമ്മുടെ പരിപാടി കാണുന്ന ആൾക്കാരല്ലേ? കവർ സൈഡ് ഹരി. അങ്ങനെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഗംഭീരമായ നമ്മളെ സത്യം ഞാൻ രണ്ടാമത് ബുദ്ധിമുട്ടിയോന്നാട്ടാ. നമ്മള് TV കാണുമ്പോ ഇങ്ങനെ ഒരു ബോർഡ് കാണും, അതിന്റെ പുറകിൽ എന്തോരം വയറ ദൈവമേ, എന്തോരം ഇതൊക്കെ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കൂട്ടിപ്പിരിച്ചൊക്കെ കുത്തി ഇതൊക്കെ ശരിയാക്കണേ? ഈ TV കാണുന്ന ആൾക്കാർക്കൊന്നും അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ല, ബുദ്ധിമുട്ട് മനസ്സിലാവുണ്ടല്ലോ. അങ്ങനെയല്ല, ഞാൻ വിഷമിക്കാൻ പറഞ്ഞല്ല, ഷൂട്ടാണല്ലോ. വേറെ സ്ഥലത്ത് ഫുഡ് കൊടുക്കാല്ലേ? അതൊക്കെ ഇല്ല, ഞാൻ ചെയ്യില്ല ഇവിടെ. ഇല്ല, പക്കത്തെത്തി കൊണ്ട് വന്നു തുടങ്ങിയിടേ. അയ്യോ, അതെ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. ആ ബിരിയാണി നിങ്ങളോട് ചൂടാവല്ലോ പറഞ്ഞു. ചൂടാറിനേക്കാൻ മുമ്പ് ബിരിയാണി കഴിക്കണം. ബിരിയാണി മോശം, കടക്കി കുറ്റം പറയരുത്. ഞാൻ ബൈക്കിന്ന് പറയുകയാണ്. റേറ്റിംഗ് ഇടും, 5 സ്റ്റാർ അടിക്കും, 5 സ്റ്റാർ റേറ്റിംഗ് തരും. പിന്നെ നിങ്ങളുടെ ഇതില് നമ്മുടെ കടയെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടായില്ല. എന്താ ഇവിടെ വന്ന് നിൽക്കുക? എന്താ സാറേ? മോമിനോട് താനെന്ത് പണിയാ കാണിച്ചത്? ഞാൻ എന്ത് പണി സാറേ കാണിച്ചത്? മോമിനെ താനൊരു ബിരിയാണി കൊണ്ടുവന്ന് തന്നില്ലേ? മോമത് കഴിച്ചിരിക്കണു. കഴിക്കാനല്ലേ ബിരിയാണി തന്നേ? അതിലും മാംസം ഉണ്ട്. അതിന് നോൺ വെജിറ്റേറിയനാ. നോൺ വെജിറ്റേറിയൻ പിന്നെ മാംസം അല്ലാണ്ട് ഭസ്മം ഉണ്ടാവും? നോൺ വെജിറ്റേറിയനാ. നോൺ വെജിറ്റേറിയൻ തന്നേന്ന്. നോൺ വെജിറ്റേറിയൻ ആണ്. നോൺ വെജിറ്റേറിയൻ ആണ് തന്നേന്ന്. പറഞ്ഞാലും മനസ്സിലാവണില്ലല്ലോ. നോൺ വെജിറ്റേറിയനാ. നോൺ വെജിറ്റേറിയനാ തന്നേ. നോൺ വെജിറ്റേറിയൻ ആണ് പറഞ്ഞില്ലേ? അത് തന്നെ പറഞ്ഞു, നോൺ വെജിറ്റേറിയനാ തന്നേന്ന്. ഇവിടെ തിരുമേനി ഒരു കാര്യം പറഞ്ഞേക്കാം. താൻ എന്റെ അടുത്ത് വന്നിട്ട് നോൺ വെജിറ്റേറിയൻ ആണ് പറഞ്ഞു, ഞാൻ നോൺ വെജിറ്റേറിയൻ തന്നു. താൻ പോയി കൈക്കൊടുത്ത് കേസ് കൊടുക്ക്. അല്ല പിന്നെ അതെ, ബുദ്ധിമുട്ടിച്ചെങ്കിൽ ക്ഷമിക്കുക. എന്താ കഥ എന്നറിയാവോ? നോൺ വെജിറ്റേറിയനാ. ഓ, അതായിരുന്നോ കാര്യം? തിരുമേനി, നോൺ വെജിറ്റേറിയൻ ആവുമ്പോ കുറച്ച് ചിക്കനൊക്കെ കാണും. എന്താ കഥ?